ജീവിതത്തിലെ 5 ഘട്ടങ്ങൾ കടന്നു വരുന്നതിൻ്റെ മുമ്പ് അതിൽ 5 ഘട്ടങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതിലൊന്ന് ഹയാതക ഖബ്ല മൗതിക്, നിനക്ക് മരണം വരുന്നതിൻ്റെ മുമ്പ് നിന്റെ ജീവിതത്തെ നീ മാക്സിമം ഉപയോഗപ്പെടുത്താന്ന്. അപ്പൊ മരണം വരുന്നത് എപ്പോഴാണ് നമുക്കറിയില്ല. മരണം വരുന്നതിൻ്റെ മുമ്പ് ജീവിതം ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ, ഇന്നലെ നടന്നൊരു സംഭവം പറയാം. ഇശാ നമസ്കാരത്തിന് ഇമാമ് നിന്ന് നാട്ടിലേറ്റവും പ്രിയപ്പെട്ട ഒരാൾ, എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാൾ, നമ്മൾ ആദ്യ ഖുതുബയിൽ പറഞ്ഞതുപോലെ ആളുകൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലുന്ന ഒരു സഹോദരൻ, ഇശാ നമസ്കാരത്തിന് ജമാഅത്ത് ഇമാമ നിന്ന് അദ്ദേഹം വീട്ടിലേക്ക് പോയി ഉറങ്ങി. ആ ഉറക്കത്തിലുണ്ടായ പ്രയാസം കാരണം ആശുപത്രിയിലേക്ക് എത്തിച്ചു. നേരം വെളുക്കും മുമ്പ് മരണപ്പെടുക. എൻ്റെ നാട്ടിലാണ്. ഇതുവരെ ആ നാട് സാക്ഷ്യം വഹിക്കാത്തത്ര ആളുകൾ മയ്യത്ത് നമസ്കാരത്തിന് സാക്ഷ്യം വഹിച്ചു എന്നാണ് പറഞ്ഞത്. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് റബ്ബിന്റെ വിളി വരികയാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ. അള്ളാഹു ഒരാളുടെ ആത്മാവിനെ പൂർണ്ണമായും പിടിച്ചെടുക്കുന്നത് മരിക്കുന്ന സമയത്താണ്. വല്ലത്തി ലം തമുത് ഫീ മനാമിഹ, മരിക്കാത്ത ആളുകളുടെ റൂഹ് പിടിച്ചെടുക്കുന്നത് ഉറങ്ങുന്ന സമയത്താണ്. ഉറങ്ങുന്ന സമയത്ത് അള്ളാഹ് റൂഹ് പിടിച്ചാൽ, റബ്ബ് വിചാരിച്ചാൽ അള്ളാഹു അത് തിരിച്ചു തരും. ഇല്ലെങ്കിൽ ആയത്തിൽ പറഞ്ഞത് അള്ളാഹു ഒരിക്കലും തിരിച്ചു തരാത്ത വിധം ആ ഉറക്കത്തിൽ ആത്മാവിനെ തിരിച്ചെടുക്കും എന്നുള്ളതാണ്. ആ ഒരു ബോധത്തോടു കൂടി വേണം അവസാനം കിടക്കാൻ നമ്മൾ. അതാണ് ഹയാതക ഖബ്ല മൗതിക് എന്ന് പറഞ്ഞത്.